ിൽ നിന്ന് ബൽറാം, എന്തൊക്കെയായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ തുടർ നടപടികൾ? ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിലെത്തി എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. പുതിയ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? ജി.കെ. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയം മുമ്പ് ശ്രീനഗറിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, ഒപ്പം തന്നെ IB മേധാവി അടക്കമുള്ള ഉന്നതരും ഉണ്ട്. ഈ പ്രാഥമികമായ ഒരു അവലോകന യോഗമായിരിക്കും ശ്രീനഗറിൽ ചേരുക. നിലവിലുള്ള സാഹചര്യം, മരണസംഖ്യ, പരിക്കേറ്റവർ, ഒപ്പം തന്നെ ഈ ആക്രമണത്തിന് ഇരയായവരുടെ ഒപ്പമുണ്ടായിരുന്ന ആളുകളുടെ നിലവിലെ അവസ്ഥ തുടങ്ങിയ സാഹചര്യങ്ങൾ അവലോകനം ചെയ്ത് അവിടെയുള്ള വിനോദസഞ്ചാരികളെ സുരക്ഷിതരായി മാറ്റാനുള്ള ആക്ഷൻ പ്ലാനാണ് ആദ്യഘട്ടത്തിൽ രൂപീകരിക്കുന്നത് എന്നാണ് ജമ്മു കശ്മീർ പോലീസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. സമാന്തരമായി തന്നെ ഈ ആക്രമണം നടത്തിയ ഭീകരവാദികൾക്ക് കനത്ത തിരിച്ചടി നൽകുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായുള്ള തെരച്ചിൽ ഇപ്പോഴും ഈ മേഖലയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമീപത്തുള്ള വനമേഖലയിൽ നിന്നാണ് ഭീകരവാദികൾ ഈ വിനോദസഞ്ചാരികളുടെ സമീപത്തേക്ക് എത്തിയത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഈ വനമേഖലയിലേക്ക് തന്നെ ആക്രമണത്തിന് ശേഷം അവർ മടങ്ങി എന്നുമാണ് ലഭ്യമായിരിക്കുന്ന വിവരം. ഇതനുസരിച്ച് വനമേഖലയിൽ ഉൾപ്പെടെയുള്ള പ്രദേശം വളഞ്ഞുകൊണ്ടാണ് സൈന്യം തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇതിനായി കൂടുതൽ സൈന്യത്തെ CRPF സൈനികരെയും ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇവരുടെ നേതൃത്വത്തിൽ തെരച്ചിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതടക്കം പ്രത്യേകിച്ച് ഈ ആക്രമണം എന്നുള്ളത് ജമ്മു കശ്മീരിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഒരു ആക്രമണം പതിവുള്ളതല്ല. ഒപ്പം തന്നെ വിദേശികളും ഈ ആക്രമണത്തിന് ഇരയായിരിക്കുന്നു, മരിച്ചവരിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സംഭവത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആഭ്യന്തരമന്ത്രി സ്ഥലത്തേക്ക് നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതും സുരക്ഷാ അവലോകന ചേർന്ന ശേഷം തുടർ നടപടികൾക്കായുള്ള നിർദ്ദേശം അദ്ദേഹം തന്നെ നൽകാൻ തീരുമാനിച്ചതും. ആഭ്യന്തരമന്ത്രി ശ്രീനഗറിൽ എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പ്രാഥമികമായ അവലോകന യോഗം ചേരും. തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ ശ്രീനഗറിലുള്ള മറ്റ് പരിപാടികൾ അദ്ദേഹം ഷെഡ്യൂൾ ചെയ്യുക. ഈ ആക്രമണം നടന്ന മേഖലയിലേക്ക് അദ്ദേഹം സന്ദർശിച്ചേക്കും എന്ന വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതിൻ്റെ സമയക്രമം അടക്കമുള്ള വിവരങ്ങൾ ഇനിയും ലഭ്യമാകേണ്ടതുണ്ട്. ജി.കെ. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. കശ്മീരിൽ ഇന്നുണ്ടായ ഭീകരാക്രമണം അക്ഷരാർത്ഥത്തിൽ രാജ്യത്തെ നടുക്കുന്ന ഒന്നാണ്. 2019 ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. 27 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ വരുന്നു. തമിഴ്നാട്, കർണാടക, രാജസ്ഥാൻ സ്വദേശികളായിരുന്നു വിനോദസഞ്ചാരികളായി പഹൽഗാമിൽ എത്തിയവരിൽ ഏറെ ഭാഗവും. അതിന് പുറമെ വിദേശ വിനോദസഞ്ചാരികളും ഈ ടീമിൽ ഉണ്ടായിരുന്നു. കൊല്ലപ്പെട്ടവരിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന പേര് കർണാടക ശിവമോഗ സ്വദേശി മഞ്ജുനാഥ റാവുവിൻ്റേത് മാത്രമാണ് സ്ഥിരീകരിക്കപ്പെട്ട മരണമായി പേരുകളായി നമ്മുടെ മുന്നിലുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് വിദേശ വിനോദസഞ്ചാരികളും കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം വരുന്നുണ്ട്. ഇതിൽ ഏത് നാഷണലാണ്, ഏത് രാജ്യത്തു നിന്നുള്ളവരാണ് ഈ ആക്രമണത്തിൽ ഇരയാക്കപ്പെട്ടിരിക്കുന്നത് എന്നത് സംബന്ധിച്ചിട്ടുള്ള പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു വരാൻ ഇരിക്കുന്നതേയുള്ളൂ. സൈനിക വേഷത്തിലെത്തിയവരാണ് വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർത്തത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഏറ്റെടുത്തിട്ടുണ്ട്. ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നത് ലഷ്കർ-ഇ-തായിബ, പാകിസ്ഥാൻ ഭീകരവാദ സംഘടനയായ ലഷ്കർ-ഇ-തായിബയുടെ പ്രാദേശിക വിഭാഗമാണ്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഒത്താശയില്ലാതെ, അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഇങ്ങനെയൊരു ഭീകരാക്രമണം നടക്കില്ല എന്നാണ് മുൻ പ്രതിരോധ മന്ത്രി AK ആന്റണി അല്പം മുൻപ് 24 പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. ഈ വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള കരുത്തും ധീരതയും ഇന്ത്യൻ സൈന്യത്തിനുണ്ടെന്നും ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തിൽ താൻ വിശ്വാസം അർപ്പിക്കുകയാണ്, ഇതിന് തിരിച്ചടി നൽകണം എന്നുമാണ് മുൻ പ്രതിരോധ മന്ത്രി അല്പം മുൻപ് 24മായി സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഭീകരാക്രമണത്തെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അപലപിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിൽ എത്തിയിട്ടുണ്ട്. 2019 ശേഷമുള്ള ഏറ്റവും വലിയ ഭീകരാക്രമണത്തെക്കുറിച്ച് NIA അന്വേഷണം നടത്തും.